Hi everyone, welcome to Study Loop. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് പഠിച്ചത്? മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചർ, ഇതൊക്കെ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്? ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം പറയാം. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ജനറൽ ഗൈഡ് ലൈൻസ് ദാറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് മേക്ക് ദി റൈറ്റ് ഡിസിഷൻ. എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്നത്? മാനേജർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന പൊതുവായ മാർഗനിർദ്ദേശങ്ങളാണ്. ദേ ആർ നോട്ട് റിജിഡ് റൂൾസ് ആൻഡ് ക്യാൻ ബി അപ്ലൈഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ഇവ എന്താണ്? കൃത്യമായ റൂൾസ് അല്ല, അതായത് നിയമങ്ങളല്ല എന്നാണ് പറയണത്. ദേ ഡീൽ വിത്ത് ഹ്യൂമൻ ബിഹേവിയർ, സോ മാനേജേഴ്സ് ഷുഡ് യൂസ് ദം ക്രിയേറ്റിവിറ്റി. ഇത് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി പ്രയോഗിക്കേണ്ടതാണ്. ആസ് ടെക്നോളജി ആൻഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ചേഞ്ചസ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഷുഡ് ഓൾസോ ബി അഡാപ്റ്റഡ്. ടെക്നോളജിയും ബിസിനസ് എൻവയോൺമെൻറ്റും മാറുന്നതുകൊണ്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകളും എന്താണ് അതിനനുസരിച്ച് ഉപയോഗിക്കണം എന്നാണ് പറയണത്. അടുത്തൊരു ടോപ്പിക്കാണ് നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ നമുക്ക് ഓരോ പോയിൻ്റ് വൈസ് ആയിട്ടാണ് കാര്യങ്ങളുള്ളത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാ തരത്തിലും ഓർഗനൈസേഷനുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ ഓർഗനൈസേഷനും നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു ബിസിനസ് അല്ലെങ്കിൽ നോൺ ബിസിനസ്, അതൊരു സ്മാൾ അല്ലെങ്കിൽ ഒരു ലാർജ് ആവാം. അതുപോലെ തന്നെ അത് പബ്ലിക് ഓർ പ്രൈവറ്റ് ആക്കാം. അതുപോലെ തന്നെ അത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് സെക്ടർ, ഏത് ബിസിനസ് ആയിക്കോട്ടെ അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസാണ്. എല്ലാ ഓർഗനൈസേഷനിലും ഒരേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളേ ഉള്ളൂ. ഒരേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസേ എല്ലാ ഓർഗനൈസേഷനും ഉള്ളൂ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇല്ല. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ആപ്ലിക്കബിലിറ്റിയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തേതാണ് ജനറൽ ഗൈഡ് ലൈൻസ്. ജനറൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പൊതുമാർഗനിർദ്ദേശം, അതാണ് അതിൻ്റെ മീനിങ്. ഈ പ്രിൻസിപ്പിൾ നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്കുള്ള ഒരു ഗൈഡ് ലൈനാണ്. പക്ഷേ ഈ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് നമ്മുടെ മാനേജറിയൽ പ്രോബ്ലംസിന് എല്ലാ സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു സ്മാർട്ട് ഗൈഡ് ലൈൻസിലൂടെ നമുക്ക് പതുക്കെ സോൾവ് ചെയ്തെടുക്കാം. അതാണ് ജനറൽ ഗൈഡ് ലൈൻസ്. മൂന്നാമത്തേതാണ് ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസിലൂടെയും അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ എക്സ്പെരിമെൻറ്റേഷനിലൂടെയുമാണ്. ഒരു പ്രിൻസിപ്പിൾ ഫോം ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ്? മാനേജേഴ്സിൻ്റെ പരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിലൂടെയുമാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ നിലവിൽ വന്നിട്ടുള്ളത്. അതാണ് ഇവിടെ പറയണത്. അടുത്ത പോയിൻ്റാണ് നാലാമത്തെ പോയിൻ്റ്, ഫ്ലെക്സിബിൾ. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ നോട്ട് റിജിഡ്. അതായത് കർശനമായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ദേ ആർ ഫ്ലെക്സിബിൾ ആൻഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ദി മാനേജേഴ്സ് വെൻ ദി സിറ്റുവേഷൻ. ഇതെന്താണ്? ഫ്ലെക്സിബിളാണ്. നമ്മുടെ മാനേജേഴ്സിൻ്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് എന്താണ് മോഡിഫൈ ചെയ്തെടുക്കാം. അതാണ് ഫ്ലെക്സിബിളിൽ പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് മെയിൻലി ബിഹേവിയർ. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഹ്യൂമൻ ബിഹേവിയറിനെ സ്വാധീനിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മെയിൻലി ബിഹേവിയർ നാച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരുടെ സ്വഭാവത്തിനെ സ്വാധീനിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിലൂടെ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിലേഷൻഷിപ്പിലൂടെ ഓർഗനൈസേഷനിലുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തതാണ് കണ്ടിൻജൻറ്റ്. സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടുള്ളത്, അതാണ് അതിൻ്റെ മലയാളം മീനിങ്. ഏത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ആ മാനേജ്മെൻറ്റിൻ്റെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഇത് നമ്മൾ ഫ്ലെക്സിബിൾ എന്ന പോയിന്റ് പോലെ തന്നെയാണ് ഇതും. ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഹാസ് ടു ബി ചേഞ്ച്ഡ് ആസ് പെർ റിക്വയർമെൻറ്റ്സ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പ്രിൻസിപ്പിൾസ് ചേഞ്ച് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയണത്. അടുത്തൊരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ പോയിൻ്റാണ് പ്രൊവൈഡിങ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ഇൻ ടു റിയാലിറ്റി. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ മാനേജേഴ്സിന് റിയൽ വേൾഡ് സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസൈറ്റ്സുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത് വഴി അവർക്ക് അവരുടെ നോളജ്, എബിലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാനേജറിയൽ സിറ്റുവേഷൻസ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു. പാസ്റ്റ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ലേൺ ചെയ്യാനും റിക്കറിങ് പ്രോബ്ലംസ് ക്വിക്ക്ലി സോൾവ് ചെയ്യാനും ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിൻ്റാണ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ 2 റിസോഴ്സുകളാണ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ് 2 റിസോഴ്സുകൾ? ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സും. ഇത് രണ്ടുമാണ് ഒരു കമ്പനിയിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഈ റിസോഴ്സുകൾ നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഒരു കമ്പനിയിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ റിസോഴ്സുകളെ നമ്മൾ വേണ്ട പോലെ ഉപയോഗിക്കുകയും വേണം. ഒപ്റ്റിമം യൂസസ് എന്നത് മാക്സിമം ബെനഫിറ്റ് വിത്ത് മിനിമം കോസ്റ്റിലൂടെ നേടിയെടുക്കണം. അതാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ആ ഒരു പോയിന്റിൽ പറയണത്. അടുത്തൊരു പോയിൻ്റാണ് സയൻറ്റിഫിക് ഡിസിഷൻസ്. ഡിസിഷൻസ് എപ്പോഴും നമ്മൾ ഫാക്ട്സ്, തോട്ട്ഫുള്ള് ആൻഡ് ജസ്റ്റിഫയബിൾ ആയിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഇത് ടൈംലി ആയിരിക്കണം, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ റിസോഴ്സ് ചെയ്യാനും ഇവാലുവേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ഡിസിഷൻ നമുക്ക് പറ്റണം. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് തോട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു പോയിൻ്റാണ് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ്. മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ് മോഡിഫിക്കേഷൻ നടത്തിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. അടുത്തൊരു പോയിൻ്റാണ് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും സോഷ്യൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉൾക്കൊണ്ടിട്ടാണ് ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്തൊരു പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെൻറ്റ് തിയറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ പ്രിൻസിപ്പിൾസാണ്. ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് മാനേജ്മെൻറ്റിൻ്റെ ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇതെല്ലാം നടക്കുന്നത്. അതാണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആ ഒരു പോർഷനിൽ പറയണത്. അപ്പോൾ ഇന്ന് ഇത്രയാണ് എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.